2025 കടന്നപ്പോൾ യുഎഇയിൽ പല മേഖലകളിലും ഇനി വില വർധനവ്. ആശങ്കയിൽ പ്രവാസികൾ. ഗതാഗത ക്രമീകരണം പോലുള്ള പൊതുജന സേവനങ്ങൾ മികച്ചതാക്കുന്നത് ലക്ഷ്യമിട്ടാണ് വില വർധനവെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. ദുബായ് പാർക്കിംഗ് ഫീസ് ഇനത്തിലും പുതിയ സാലിക് ടോൾ നിരക്കുകൾ, മദ്യവിൽപ്പന നികുതി, മാലിന്യം നീക്കത്തിനുള്ള താരിഫ് തുടങ്ങി ഒട്ടേറെ മേഖലകൾ വില വർധനവിന് വിധേയമാകുമെന്നാണ് റിപ്പോർട്ട്. ദുബായ് പാർക്കിംഗ് ഫീസ്. ഏറ്റവും തിരക്കേറിയ സമയങ്ങളിൽ പ്രീമിയം പാർക്കിംഗ് ഇടങ്ങളിൽ 6 ദിർഹമാണ് പാർക്കിംഗ് ഫീസ് നൽകേണ്ടത്. സ്റ്റാൻഡേർഡ് പാർക്കിംഗ് മേഖലകളിൽ 4 ദിർഹവും പരിപാടികൾ നടക്കുന്ന ഇടങ്ങളിൽ 25 ദിർഹവുമാണ് പാർക്കിംഗ് ഫീസ്. എന്നാൽ സാധാരണ ഇടങ്ങളിൽ പാർക്കിംഗ് സൗജന്യമാണ്. പുതിയ സാലിക് ടോൾ നിരക്കുകൾ. തിരക്കേറിയ സമയങ്ങളിൽ 6 ദിർഹമാണ് ടോൾ നിരക്ക്. ഞായറാഴ്ച ദിവസങ്ങളിൽ 4 ദിർഹവും. പുലർച്ചെ 1 മണി മുതൽ 6 മണി വരെ ടോൾ നൽകേണ്ടതില്ല. സാലിക് ടോൾ ഗേറ്റുകൾ അവതരിപ്പിച്ച 2007 ശേഷം ഇതാദ്യമായാണ് വില വർധനവ് ഉണ്ടാവുന്നത്. മദ്യവിൽപ്പന നികുതി. ഇന്നു മുതൽ മദ്യത്തിന് 30% നികുതി പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. മാലിന്യം നീക്കത്തിനുള്ള താരിഫ്. ഓരോ ഗാലോണിനും 1.5 ഫിൽസാണ് മാലിന്യം നീക്കം ചെയ്യാനുള്ള നിരക്ക്. ഇൻഷുറൻസ് പ്രീമിയം നിരക്ക് വർധന. ജനുവരി 1 മുതൽ ആരോഗ്യ വാഹന പ്രീമിയം നിരക്കുകൾ വർദ്ധിക്കുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. വാടക നിരക്ക്. ചില മേഖലകളിൽ വാടക നിരക്ക് വർധനവുണ്ടായെങ്കിലും ഇക്കൊല്ലം നിരവധി അപ്പാർട്ട്മെന്റുകൾക്കും വില്ലകൾക്കും വാടക നിരക്ക് കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 1 ലക്ഷത്തിലധികം പുതിയ അപ്പാർട്ട്മെന്റുകളാണ് വിപണിയിൽ എത്തുന്നത്. വേതന വർധനവ്. പല തൊഴിൽ മേഖലകളിൽ വേതന വർധനവുണ്ടാകുമെന്നും നിരീക്ഷണമുണ്ട്. യുഎഇ നിവാസികളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന 12 പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിലാകുന്ന വർഷം കൂടിയാണ് 2025. 17 വയസ്സുള്ളവർക്ക് ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കാമെന്ന പുതിയ ഗതാഗത നയം ആരംഭിക്കുന്നതോടൊപ്പം സ്വദേശിവൽക്കരണം 8% കടക്കും. ഇത്തിഹാദ് റെയിലിന്റെ പാസഞ്ചർ ട്രെയിൻ യാത്രയാണ് സ്വദേശികളും വിദേശികളും പ്രതീക്ഷിക്കുന്ന സുപ്രധാന പദ്ധതി. അബുദാബി സായിദ് രാജ്യാന്തര വിമാനത്താവളത്തിലെ സ്മാർട്ട് ട്രാവൽ സിസ്റ്റം എല്ലാ യാത്രക്കാർക്കും ലഭ്യമാകുന്നതോടെ യാത്രാ നടപടികൾക്കുള്ള സമയം കുറയും. പാസ്പോർട്ടോ ബോർഡിംഗ് പാസോ കാണിക്കാതെ തന്നെ എയർപോർട്ട് സേവനങ്ങൾ ഉപയോഗപ്പെടുത്താം. പ്ലാസ്റ്റിക് നിരോധനം കൂടുതൽ മേഖലകളിലേക്ക് വിപുലീകരിക്കുന്ന വർഷമാണിത്. പ്ലാസ്റ്റിക് സ്പൂണുകൾ, സ്റ്റൈറോഫോം കണ്ടെയ്നറുകൾ, ടേബിൾ കവറുകൾ, സ്ട്രോ, ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന സ്റ്റൈറോഫോം കപ്പുകൾ എന്നിവയാണ് ഈ വർഷം നിരോധനത്തിൽ ഉൾപ്പെടുത്തിയത്. ആരോഗ്യകരമായ ഭക്ഷണം മനസ്സിലാക്കി തിരഞ്ഞെടുക്കാവുന്ന ന്യൂട്രിമാർക്ക് ലേബലിംഗ് അബുദാബിയിൽ ആരംഭിക്കും. ഭക്ഷണത്തിലെ ചേരുവകൾ അറിഞ്ഞ് ഓർഡർ ചെയ്യാൻ ഇത് സഹായിക്കും. പൊണ്ണത്തടി ഉൾപ്പെടെ ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കുകയാണ് ലക്ഷ്യം. 50 ജീവനക്കാരിൽ കൂടുതലുള്ള കമ്പനികൾ വർഷത്തിൽ 2% സ്വദേശിവൽക്കരണം നടപ്പാക്കണമെന്ന നാഫിസ് നിയമം 2022 ആരംഭിച്ചിരുന്നു. ഇതനുസരിച്ച് ഈ വർഷത്തെ 2% കൂടി ചേർത്ത് മൊത്തം 8% നിയമം പാലിക്കാത്ത കമ്പനിക്ക് ആളൊന്നിന് മാസത്തിൽ 8,000 ദിർഹം വീതം, വർഷത്തിൽ 96,000 ദിർഹം പിഴ ഈടാക്കും. 20 മുതൽ 49 ജീവനക്കാർ വരെയുള്ള കമ്പനികൾ ഒരു സ്വദേശിയെ നിയമിക്കണമെന്ന നിയമം തുടരും. ഡിസംബർ 31-നകം ഈ വിഭാഗം കമ്പനികൾ രണ്ടാമത്തെ സ്വദേശിയെ നിയമിക്കണം. വർഷാവസാനത്തോടെ 2 സ്വദേശികളെ നിയമിക്കാത്ത ഈ വിഭാഗം കമ്പനികൾക്ക് 1,80,000 ദിർഹമാണ് പിഴ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.